ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ചായയൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രോഷിയും അച്ഛനൊക്കെയാണ് ഭയങ്കര തിരക്കായിട്ട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. പാലക്കാട് നിന്ന് വന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. നല്ല പനിയും ഉണ്ടായിരുന്നു. അപ്പോൾ രോഷി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് കഴിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ തേങ്ങ ചിരവണോ, ഒരാൾ മുളകൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഉള്ളി മുളകൊക്കെ ചമ്മന്തി അരയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ എൻ്റെ അടുത്ത് വരുന്നൊക്കെ എന്തൊക്കെ വേണം കഞ്ഞി കുടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചമ്മന്തി വേണം. അപ്പോൾ നമ്മുടെ രോഷി ചമ്മന്തി അരയ്ക്കാനുള്ള ഒരു ഇതിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വറ്റൽ മുളക്, 2 വെളുത്തുള്ളി, തേങ്ങ, 2 ചെറിയ ഉള്ളി, 2 കറിവേപ്പില, ഇത്തിരി പുളി, ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് കറക്കി എടുത്താൽ അടിപൊളി ചമ്മന്തി ആയിരിക്കും. രോഷിക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ രോഷിക്ക് അറിയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കഞ്ഞിയൊക്കെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാപ്പിക്ക് ഞാൻ എന്തായാലും ചോറ് വാരി കൊടുക്കണില്ലാന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവൾക്ക് പനി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ രാവിലെ വെച്ച കൊള്ളുപ്പേരി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ അല്ല, എന്നാൽ വൈകുന്നേരം വെച്ചതായിരുന്നു കൊള്ളുപ്പേരി. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെടുത്ത് വെച്ചു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വൈകുന്നേരത്തെ കാര്യമാണ്. അപ്പോൾ ചമ്മന്തിയും കൊള്ളുപ്പേരിയും ഇതൊക്കെയാണ് ഇന്നത്തെ കഞ്ഞി കുടിക്കാനുള്ളത് ഉള്ളത്. പാപ്പിക്ക് പിന്നെ ഒരു മുട്ട ബുൾസ് ഇട്ട് കൊടുത്ത് അവളുടെ കാര്യം ഓക്കെ ആയി. അപ്പോൾ രോഷിൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കണ്ടേ. ഒരു സമാധാനക്കുറവുണ്ട്. ഇവൾ ചോറ് കഴിക്കുമോ കഴിക്കില്ല എന്നൊക്കെ ഒരു സമാധാനക്കുറവുമുണ്ട്. അതിനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഉറങ്ങി എണീറ്റ് രാവിലെ ആയി നോക്കുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. രാവിലെയും രോഷി തന്നെ. ഇന്ന് സ്കൂളൊന്നുമില്ല. തൃശ്ശൂർ ജില്ലയൊക്കെ അവധിയാണല്ലോ. മഴ കാരണം തൃശ്ശൂർ ജില്ല അങ്ങനെ കുറേ ജില്ലകളൊക്കെ അവധിയാണ്. അതിൽ തൃശ്ശൂരും പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഷി വീട്ടിൽ തന്നെ ഉണ്ട്. വലിയൊരു സമാധാനമൊക്കെയാണ്. രോഷിനെ പൊക്കി പറയുമെന്നല്ല, രോഷി പണി ചെയ്യാൻ തുടങ്ങിയാൽ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യില്ല. അതാണ് രോഷിൻ്റെ സ്വഭാവം. അതിനതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ നമ്മുടെ പാപ്പി ഇവിടെ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കേണ്ടത്. അവൾക്ക് എപ്പോഴും കൂടെ ഇരിക്കണ ആൾ അടുത്തില്ലാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമല്ലോ. അങ്ങനെ കുഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്നെടുത്തത് ആ മടിയിലൊക്കെ വെച്ചിട്ട് ഇരിക്കേണ്ടത്. അവളുടെ സങ്കടം കണ്ടാൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അടുത്ത് കൊണ്ടാൽ നിർത്താനും പറ്റില്ല. പനി മാത്രം വന്നാലോ എന്നുള്ളൊരു പേടിയൊക്കെ. പ്രതിരോധ ശേഷി കമ്മിയായിരിക്കുമല്ലോ അവർക്ക്. അതുകൊണ്ട് പിന്നെ രോഷി ഇത് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. എന്താ ഇവിടെ തുണിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം ചോദിക്കും. മഴ കാരണം തുണിയൊന്നും ഉണങ്ങാൻ വഴിയില്ലാത്ത കാരണം അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാപ്പിനെ വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ഒന്നും വീഡിയോ എടുക്കുക. ഇവർ പണി ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കുക പറഞ്ഞാൽ അവരെടുത്ത് വയ്ക്കില്ല. ഞാൻ തന്നെ വയ്യെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഇവർ പണി ചെയ്തത്. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ പനിയൊന്നും മാറുമല്ലോ. ആ സമയത്ത് എണീറ്റ് നടക്കുക, എന്തെങ്കിലും എന്നെക്കൊണ്ടാവുന്ന പണിയൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ആ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും തണുത്ത് വിറച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെയും മക്കളുടെ ഒരു ഡാൻസൊക്കെ ആയിരുന്നു. ഭയങ്കരമായ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പാപ്പിനെ ചിരിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പാപ്പിക്ക് ഒരു പാട്ട് ടി വിയിലൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഡാൻസും താളം പിടിയൊക്കെ ആയിട്ട് അപ്പോൾ പാപ്പി ചിരിച്ചപ്പോൾ രോഷിക്കും ചിരി വന്നുകൊണ്ടിരിക്കുകയാണ്. രോഷി പിന്നെ അവിടെ അടിച്ച് വൃത്തിയാക്കി തുടയ്ക്കൽ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് പറയണ്ടായിരുന്നു, എന്നെ കൊണ്ടൊന്നും വയ്യ പണി ചെയ്യാനൊക്കെ പറയണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇത്ര നേരം വരെയ്ക്ക് അവളല്ലേ പണി ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നല്ല പഴയ കാര്യങ്ങളൊക്കെയാണ്. അവിടെ അച്ഛൻ കടല വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഇപ്പോൾ 2 ദിവസം പിടിച്ച് ഇന്നലെയൊക്കെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പനി കുറച്ച് ക്ഷീണമൊക്കെ വിട്ടു. അപ്പോൾ പാപ്പിക്ക് മഴയൊക്കെ അല്ലേ, അപ്പോൾ കടല വറുത്ത് കൊടുക്കാവുന്ന ഇങ്ങനെ നിന്ന് കടല വറുക്കുകയാണ്. ഇന്ന് കാര്യമായിട്ട് കറിയൊന്നും വെച്ചില്ല. ചോറുണ്ട്, ഇന്നലത്തെ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയി. ആയാ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു നോക്കിയാ പറയും. ഫുള്ളായിട്ട് വയ്ക്കുക, അടുപ്പ് ഫുള്ളാക്കി വയ്ക്കുക, എന്നാലേ കടല വേകുള്ളൂ. ഉപ്പിട്ടാ അല്ല, അത് വേറെ കടലയിലാണ് ഉപ്പ് വെള്ളം തെളിക്കണത്. ഇത്ര നേരം കിടന്നുറങ്ങിയതാണ്. ഇപ്പോഴാണ് എണീറ്റ് കടല വറുത്തത്. രോഷിയാണ് രാവിലത്തെ പണിയൊക്കെ ചെയ്തത്. പാപ്പിക്ക് ഇഷ്ടമാണ് കടല, ഭയങ്കര ഇഷ്ടമാണ്. കടലയൊക്കെ വറുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാപ്പിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇവിടെ
ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് രോഷിക്ക് ഇന്ന് മുഴുവനും നല്ല പണിയാണ്. ഇനിയിപ്പോൾ ട്യൂഷന് പോകണം 3:30 സമയം ആവാറായി. 2 ദിവസം നല്ല അടുപ്പിച്ച് മഴയില്ല. പാപ്പിക്ക് ഇഷ്ടമാണ് കടല തൊലിച്ചു കൊടുക്കും. ചൂടുണ്ടാ? ഇനി കൊടുക്കി. അവൾക്ക് ഇഷ്ടമാണ് കടല, ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക്. രോഷിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, കടല അതൊന്നും ഇഷ്ടമല്ല. അല്ലേ, കുടയൊക്കെ അവിടെ നിവർത്തി തുണിയൊക്കെ അതിലിട്ടിട്ട് ഫാനിട്ട് വിട്ടതായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. പാവം രോഷി ഉറങ്ങി എണീറ്റ് പാത്രം കഴുകി ഇവിടെയൊക്കെ അടിച്ചു വിട്ടു. പിന്നെന്തൊക്കെ ചെയ്തു രോഷി അവിടെ നിന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്ത് പണി ചെയ്തു? പാപ്പിക്ക് രാവിലെ ഭക്ഷണം വാരി കൊടുക്കാൻ നോക്കി, പക്ഷെ പാപ്പി കഴിച്ചില്ല. അവൾക്ക് എപ്പോഴും ഞാനല്ലേ വാരി കൊടുക്കണത്, അതുകൊണ്ട് പാപ്പി കഴിച്ചില്ല. പിന്നെ ഞാൻ തന്നെ സ്പൂണൊക്കെ വെച്ച് തൽക്കാലം വാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ചോറ് വാരി കൊടുത്ത് അങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അവൾ എത്ര വിശപ്പ് വേണമെങ്കിലും സഹിക്കും. അവൾക്ക് ഒരാൾ വാരി കൊടുത്ത് അവരെന്നെ വാരി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇടയിൽ വന്നാലും അവരെന്ത് കൊടുത്താലും കഴിക്കാൻ നിൽക്കില്ല. അതാണ് നമ്മുടെ പാപ്പിൻ്റെ പ്രത്യേകത. കടല എങ്ങനെയൊക്കെ കഴിക്കും, ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരാൾ കൊടുത്ത് അതേ ശീലമാകുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. അതൊക്കെ ഇങ്ങനെ വയ്യാതാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പാപ്പിൻ്റെ കാര്യത്തിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. രോഷി ട്യൂഷന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ ഉണ്ടോ രോഷി? ഇന്ന് നല്ല മഴയല്ലേ? ഉണ്ട്, മെസ്സേജ് ഇട്ടാ ടീച്ചർ? അപ്പോൾ രോഷിക്ക് ട്യൂഷനുണ്ട്. നമ്മുടെ ഇപ്പുറത്ത് 2 വീടിൻ്റെ അപ്പുറത്താണ്. ചില സമയം മഴയുള്ള സമയം ഓൺലൈനിൽ ട്യൂഷന് വന്നാൽ മതി എന്ന് പറയും ട്യൂഷൻ്റെ അടുത്ത്. ഇന്നേക്ക് പറഞ്ഞിട്ടില്ല, ഇന്നേക്ക് വരാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വൈകുന്നേരം എന്തെങ്കിലും കറി വയ്ക്കണം. എന്ത് കറി വയ്ക്കണം? എന്തെങ്കിലും വെക്കി പറയുമെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ എന്തായാലും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേക്കാളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിലൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ പറയടി പാപ്പിയെ, ടാറ്റ പറയേ. പാപ്പി ടാറ്റയൊക്കെ പറയണ്ട എല്ലാവരുടെ അടുത്തും. ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. ഭയങ്കര തണുപ്പ്, പനിയല്ല, ഒരു തണുപ്പ്, ഭയങ്കര തണുപ്പ് ഇങ്ങനെ വരിക, അങ്ങനെ ഒരു സംഭവം. ഓക്കെ, ബൈ, സി യു.